ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഡേ 3 ആണ്. ഇന്ന് SCRT സീരീസിൽ ഡേ 3 ആണ്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഊർജ്ജ സ്രോതസ്സുകളാണ്. പിന്നെയുള്ളത് 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ വിളയിക്കാം നൂറുമേനി എന്നുള്ളത്. അപ്പോൾ 5ലെ നമുക്ക് 3 ചാപ്റ്ററും കൂടി ഇനിയുണ്ട്. അതെടുക്കാതെ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിലേക്ക് പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവനുള്ള വിത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എന്താ ഈ പറയുന്ന 7ാം ക്ലാസ്സിൽ. അപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോഴും അങ്ങനെ ആയിരിക്കും. ഇപ്പൊ 5 കംപ്ലീറ്റ് ചെയ്ത് 6ലേക്ക് ആയിരിക്കില്ല പോകുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ഭരണഘടനയാണ് പഠിക്കുന്നതെങ്കിൽ 5ാം ക്ലാസ്സിലുണ്ടാകും, 6ലുണ്ടാകും, 7ലുണ്ടാകും, 8, 9, 10 അത്രയും പോർഷൻ കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് അത്യാവശ്യം നിങ്ങൾക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ചാപ്റ്റേഴ്സ് മാക്സിമം ഞാൻ അങ്ങനെ നോക്കിയാണ് ചാപ്റ്റേഴ്സ് ഇടുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇന്ന് ഡേ 3 ആണ്. എപ്പോഴും പറയും പോലെ തന്നെ മാക്സിമം നന്നായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ടാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾ ചുമ്മാ ഈ ക്ലാസ് കണ്ടു പോകരുത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഒന്നുകിൽ നമ്മുടെ ടെലഗ്രാമിൽ ഈ ചാപ്റ്ററിന്റെ 2ന്റെയും PDF കിടപ്പുണ്ട്, അതേപോലെ ഈ 2 ചാപ്റ്ററിന്റെയും ക്ലാസ്സും കിടപ്പുണ്ട്. അറ്റ്ലീസ്റ്റ് ക്ലാസ് കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ആ PDF എങ്കിലും ഒന്ന് വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ എക്സാമിൽ അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നിങ്ങൾ ചുമ്മാ ഒന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് ആ മാർക്ക് എത്രത്തോളം വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകണമെങ്കിൽ ആ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഈ മോക്ക് ടെസ്റ്റിലേക്ക് വരാനായിട്ട്. ഓക്കെ, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഈ 2 ചാപ്റ്ററിന്റെയും ക്ലാസിന്റെ ലിങ്ക് കിടപ്പുണ്ട്. ഒന്നുകിൽ അത് കയറി കാണുക, PDF ടെലഗ്രാമിലും കിടപ്പുണ്ടാകും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഡേ 3 ആണ്. നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത് ബലം, ഊർജം, പ്രവൃത്തി, മർദ്ദം. അപ്പൊ എന്താണ്, ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ പോസ് ചെയ്ത് വെക്കുക. നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തിട്ട് വേണം അവസാനം എത്ര മാർക്ക് കിട്ടിയെന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണേ. കാര്യം നിങ്ങൾ എത്രത്തോളം ഇത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും ഞാൻ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാര്യം ഇത് കാണാൻ ആരുമില്ല, ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, കാര്യം ഈ ഒരു വീഡിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാൻ പറ്റും, കുറച്ചധികം മെനക്കേടുണ്ട്. അപ്പൊ അത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് മാക്സിമം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. പഠിച്ചിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നുള്ളത്. അപ്പൊ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, ഊർജമാണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത്. കണ്ടോ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ കഴിയില്ല. വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഊർജം കാണാനായിട്ട് നമുക്ക് പറ്റില്ല. താഴെ തന്നിരിക്കുന്നവയിൽ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ, നമ്മൾ എന്താണ് റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എന്നൊക്കെ പറയാം. അപ്പൊ അതിൽ തന്നിരിക്കുന്ന വേർഡ് ഇങ്ങനെയാണ്: പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്, പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്, പുനരുപയോഗിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേ ഈ ഒരു വേർഡാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? കാറ്റ്, കൽക്കരി, പ്രകൃതിവാതകം. ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? പുതുക്കാൻ കഴിയാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പുതുക്കാൻ കഴിയാത്തതെന്ന് പറയുമ്പോൾ എന്താണ്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. ഈ ഫോസിൽ ഇന്ധനങ്ങളെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? പുതുക്കാൻ കഴിയാത്തത്. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ഇവയാണ് പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത്. കണ്ടാ, അതിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്രകൃതിവാതകം വരുന്നുണ്ട്, ക്രൂഡ് ഓയിൽ വരുന്നുണ്ട്, കൽക്കരി വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ പറയുന്ന ക്രൂഡ് ഓയിൽ എന്തൊക്കെ വരുന്നുണ്ട്? ക്രൂഡ് ഓയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. ക്രൂഡ് ഓയിൽ സംസ്കരിച്ചുണ്ടാക്കുന്നത് പെട്രോൾ ഉണ്ടാകും, അതേപോലെ തന്നെ ഡീസൽ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ബിറ്റുമിൻ ഉണ്ട്, പിന്നെ നമ്മുടെ നാഫ്ത, പിന്നെന്താണ്? മണ്ണെണ്ണ. ഇനി അങ്ങനെ കുറച്ചധികം ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഈ ഒരു പിക്ചർ ഒന്നുകൂടെ വരുന്നുണ്ട്. നമുക്ക് ബാക്കി കൂടി ഫില്ല് ചെയ്യാം. അപ്പൊ എന്താണ് നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്? ഈ പറയുന്ന പുതുക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്, അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം നമുക്കത് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതൊക്കെയായിരിക്കും? കാറ്റ് എന്ന് പറയുന്നത് പുതുക്കാൻ കഴിയുന്ന. ഒരിക്കലും നമ്മൾ കാറ്റ് ഉപയോഗിച്ചു എന്ന് കരുതി പെട്ടെന്ന് തീർന്നൊന്നും പോകില്ല, അല്ലെ? കാറ്റെന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കൽക്കരിയും പ്രകൃതിവാതകവും എന്താണ്? ഇതൊക്കെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രമാണ്. കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി. ഏതൊക്കെയാണ്? കണ്ടോ, കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. സോ ആൻസർ ഇവിടെ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്.
പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് സിയാൽ, തിരുവനന്തപുരം, ചെന്നൈ, ബാംഗ്ലൂർ എയർപോർട്ട്. ഏതാണ് അത്? സിയാൽ ആണ്. സിയാൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് കേട്ടോ. സിയാൽ കണ്ട, കൊച്ചിൻ എയർപോർട്ട് പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ്. നിങ്ങളുടെ എറണാകുളത്തൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ കൂടി നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഓക്കെ, വൈദ്യുത വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളുടെ നിറം എന്താ? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും അല്ലേ ഇത്. കാര്യം നമുക്കറിയാം, നമ്മൾ റോട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ചില വണ്ടികളുടെ എന്താണ് നമ്പർ പ്ലേറ്റ് എന്ത് കളറായിരിക്കും? പച്ച കളറായിരിക്കും അല്ലേ. പച്ച എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത്, വൈദ്യുത വാഹനങ്ങളുടെ ഒരു സിമ്പലാണ് പച്ച നിറമായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായത്, ശരിയാണ് നമുക്ക് വേണ്ടത് അല്ലെ. നമുക്ക് വേണ്ടത് എന്താണ്? ശരിയാണ്. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് അല്ലെ. ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? സൂര്യപ്രകാശം, കാറ്റൊക്കെ എന്താണ്? പുതുക്കാൻ കഴിയും. നമുക്ക് ഉപയോഗിക്കും തോറും അതൊരിക്കലും തീർന്നു പോകുന്നില്ല. അപ്പൊ ഇത് ശരിയാണ്. ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. ഇതിവിടെ തെറ്റാണ്. അവ വായു മലിനീകരണം ഉണ്ടാക്കാത്തതാണ്. അപ്പൊ ഇവിടുത്തെ ശരി ഏതാണ്? ഓപ്ഷൻ എ 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്നതാണ്. റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് ഇവ. ഓക്കെ, ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായതേത്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണടിയിൽ അകപ്പെട്ടു പോയ ജൈവവസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടായത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പുതുക്കാൻ കഴിയാത്തവയാണ്. ഒത്തിരി വർഷങ്ങൾ കൊണ്ടാണ് ഇവ എന്ത് ചെയ്യുന്നത്? ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇത് ശരിയാണ് അല്ലെ. പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ്. ഈ പറയുന്ന LPG എന്നത് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ അത് ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണെന്ന്. അപ്പൊ എന്താണ് ഇവിടെ? രണ്ടും ശരിയാണ്. ഓപ്ഷൻ ഏതാണ്? 1ഉം 2ഉം ശരിയല്ലേ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവയുണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോള്, ഡീസല്, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ്. കണ്ടോ, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ പഠിച്ചവർക്ക് അറിയാൻ പറ്റും അല്ലെ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ധനങ്ങളിൽ പെടുന്നതാണ് നമുക്ക് വേണ്ടത്. വിറക്, മണ്ണെണ്ണ, പെട്രോൾ ഇവയെല്ലാം ശരിയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇന്ധനം എന്ന് നോക്കാം. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന എന്ത് വസ്തുക്കളെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്ധനം എന്ന് പറയാൻ പറ്റും. അപ്പൊ എന്ത് വരും? വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി എല്ലാം എന്താണ്? ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന ഏത്? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ശരിയാണ്. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളാണ് അല്ലെ. ചൂട് നമുക്ക് എന്താ, നല്ല ഒരു ചൂടുള്ള പാത്രത്തിൽ പോയി തൊട്ട് നമുക്ക് എന്താ അറിയാൻ പറ്റും? നമുക്ക് ആ ചൂട് നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലെ. അതേപോലെ പ്രകാശവും, ഇത് രണ്ടും എന്താണ്? നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ എന്താണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്? 1ഉം 2ഉം ഇവിടെ എന്താണ്? ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം? ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? പ്രകൃതിവാതകം, ബിറ്റുമിൻ, നാഫ്ത, കൽക്കരി, LPG. ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു. പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും കൽക്കരിയൊക്കെ എന്താണ്? ഈ പറയുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ വരുന്നതാണ്. അതിൽ തന്നെ ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അപ്പൊ പ്രകൃതിവാതകം എന്ന് പറയുന്നത് ഒരു ഫോസിൽ ഇന്ധനമാണ്. അത് ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ കിട്ടുന്നതല്ല. അതേപോലെ കൽക്കരി. അപ്പൊ എന്താണ്? ബിറ്റുമിൻ ഉണ്ട്, നാഫ്തയുണ്ട്, അതേപോലെ LPG ഉണ്ട്. 2, 3, 4 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ എന്തൊക്കെയാ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പെട്രോൾ പറഞ്ഞു അല്ലെ. പെട്രോള്, ഇവിടെ ബിറ്റുമിൻ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ഡീസല്, നാഫ്ത തന്നിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? മണ്ണെണ്ണ. ഇതൊക്കെ ഒന്ന് പഠിക്കണേ. മണ്ണെണ്ണ, അതേപോലെ തന്നെ LPG, പിന്നെ ഏതാണ്? പാരഫിൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? ജെറ്റ് ഫ്യൂവൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ക്രൂഡ് ഓയിലിൽ എന്തൊക്കെയുണ്ട്? പെട്രോള്, ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പെട്രോള്, ബിറ്റുമിൻ, ഡീസൽ, നാഫ്ത, മണ്ണെണ്ണ, LPG, പാരഫിൻ, ജെറ്റ് ഫ്യൂവൽസ്. താഴെ തന്നിരിക്കുന്നവയിൽ നാഗപതിവയ്ക്കൽ രീതി ചെയ്യുന്ന സസ്യം ഏത്? നാഗപതിവയ്ക്കൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് OAയ്ക്കാണോ എന്നറിയില്ല. കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക്, ഈ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഈ നാഗപതിവയ്ക്കൽ ചെയ്യുന്നത്. അപ്പൊ ഏതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്? കശുമാവ്, റോസ്, മുന്തിരി, ബദാം. ഇവിടെ മുന്തിരിയാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പതിവയ്ക്കൽ എന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നാഗപതിവയ്ക്കലും വായുൽ പതിവയ്ക്കലും ഉണ്ട്.
പതിവയ്ക്കൽ എന്ന് പറയുന്നത് മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കും. അതായത് ചിലപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ചകിരിച്ചോറൊക്കെ വെച്ച് കെട്ടിവെക്കും. അപ്പൊ എന്താ, കുറെ ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ വേരുണ്ടാവും. ഇവിടെ ചെറിയൊരു ഇങ്ങനെ സ്കാർ കൊടുക്കും, ഒരു ചെറിയൊരു മുറിവ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ചകിരിച്ചോറും ഇതൊക്കെ വെച്ച് അങ്ങ് കെട്ടിവെക്കും. അപ്പൊ അവിടെ വേരുണ്ടാകും. എന്നിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ചെടിയായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു അതായത് തണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് വേര് വെക്കും. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ പറയുന്ന ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, കുറച്ച് മണ്ണങ്ങ് ഇട്ട് വെക്കും. കണ്ടാ, മണ്ണടിയിലോട്ട് വളച്ച് വെക്കുമ്പോൾ കുറെ ദിവസം കഴിയുമ്പോൾ ഇവിടെ വേര് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും പോഷൻ കട്ട് ചെയ്ത് നമുക്കൊരു പുതിയ ചെടിയായിട്ട് കിട്ടും. അപ്പൊ അതിനെയാണ് നമ്മൾ നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്, സെർപ്പന്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ, അതായത് എങ്ങനെ, പർവ്വഭാഗങ്ങളിൽ, പർവ്വഭാഗം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടായില്ല, ഇതിങ്ങനെ ചെറിയൊരു തടിപ്പുള്ള ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ പർവ്വഭാഗം എന്ന് പറയുന്നത്. ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാം. അതായത് എങ്ങനെയാണ് വായുവിൽ പതിവയ്ക്കുന്നത്, എന്തൊക്കെയാണ്? അപ്പോൾ പേര, കശുമാവ്, സപ്പോട്ട, റോസ, ചാമ്പ, അത്തി, ബദാം ഒക്കെ വായുവിലാണ്. ഈ നാഗപതിവയ്ക്കൽ അന്നത്തെ ആൻസർ ആയിട്ട് തന്നിരുന്നത് കുരുമുളകായിരുന്നു. കുരുമുളക്, ബൊഗൈൻവില്ല, മുല്ല, പിച്ചി, ഈ വള്ളി പോലെ കിടക്കുന്ന എല്ലാം വരും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഇതൊക്കെ ആയിരിക്കും. ഈ ബൊഗൈൻവില്ല നിങ്ങൾ എക്സ്ട്രാ പഠിച്ചു വെക്കേണ്ടതാണ് അല്ലെ. അതേപോലെ ഈ പറയുന്ന ജമന്തി, ഇതൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് കറക്റ്റ്, അതൊക്കെ ശരിക്കും നമ്മൾ ജമന്തി എന്ന് ഇവിടെയൊക്കെ പറയുന്നത് ഇങ്ങനെ നേരെ നിൽക്കുന്ന ഒരു ചെടിയെ ജമന്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ജമന്തി ഏതാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്താണ് നാഗപതിവയ്ക്കൽ എന്ന് പറയുമ്പോൾ ബൊഗൈൻവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില, അവയൊക്കെ എന്താണ്, മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ചാണ്. നാടൻ മാവിൻ തൈയിൽ മൽഗോവ മാവിന്റെ കൊമ്പുകൾ ഒട്ടിക്കുമ്പോൾ നാടൻ മാവിന്റെ തൈയെ ഡാഷ് എന്നും മൽഗോവയുടെ കൊമ്പിനെ ഡാഷ് എന്നുമാണെന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർക്കുന്ന മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒട്ടിക്കാനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ആ കമ്പിനെ എന്ത് പറയും, നമ്മൾ സയൺ എന്നും പറയും അല്ലെ. അതായത് നമ്മളിപ്പോ ഇവിടെ ഒരു മാവുണ്ട്, അത് നമ്മുടെ നാടൻ മാവ്, നല്ല ആരോഗ്യമുള്ള ഒരു നാടൻ മാവ്. ഇവിടെ എന്തുണ്ട്, ഇതാണ് നമ്മുടെ നാടൻ മാവ്. ഇവിടെ എന്തുണ്ട്, നമുക്കൊരു മൽഗോവ മാവുണ്ട്. അതിന്റെ കമ്പ് എന്ത് ചെയ്തു, നമ്മളൊരു കമ്പിൽ നമ്മൾ ഇത് സെറ്റാക്കി കമ്പ് മുറിച്ചൊക്കെ എടുത്തേച്ചും ഇതിൽ കൊണ്ടുവന്ന് ചേർക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ എന്താ, അപ്പൊ വേരോട് കൂടിയുള്ളതിനെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നാ പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയും. അപ്പൊ സ്റ്റോക്കാണ് വേര് ഒട്ടിക്കുമ്പോൾ, നാടൻ മാവിന്റെ തൈയിലല്ലേ നമുക്ക് വേരുള്ളത്, അപ്പൊ അതിനെ സ്റ്റോക്ക് എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും അല്ല ആൻസർ നമുക്ക് മനസ്സിലാകും. പിന്നെ എന്താണോ നമ്മൾ ഒട്ടിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് എന്ത്, സയൺ അല്ലെ. അപ്പൊ എന്താണ്, ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നാഗപതിവയ്ക്കൽ കുരുമുളകാണെങ്കിൽ വായുവിൽ പതിവയ്ക്കൽ എന്താണ് എക്സാമ്പിൾ ആയിട്ട് വരേണ്ടത്, പേര, മുന്തിരി, വെറ്റില, ജമന്തി. ഇവിടെ നമ്മൾ പഠിച്ചത് പേരയാണ്. കണ്ടോ, പേര വായുവിലാണ് പതിവയ്ക്കുന്നത്. സസ്യകാണ്ഡത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺ ആണ് എന്ത്, സൈറ്റോകൈനിൻ, ഗിബ്ബറിൻ, ആക്സിൻ, എഥിലിൻ. ഇവിടെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആകെപ്പാടെ പഠിക്കാനുള്ള ഒരു ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്, ഓക്സിൻ ആണ് അല്ലെ, ഓക്സിൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്സിൻ എന്ന് പറയുന്നത് ശരിക്കും ഈ റൂട്ടിന്റെ ഇലോങ്ങേഷൻ ഇല്ലേ, നീണ്ടു വരാൻ, അതേപോലെ ചെടികളുടെയൊക്കെ തണ്ടുകളുടെയൊക്കെ ഇലോങ്ങേഷൻ ആണ്. അപ്പൊ കാണ്ഡത്തിന്റെ വളർച്ചയ്ക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, അപ്പൊ ഓക്സിൻ ആണ്. അതായത് സെൽ ഇലോങ്ങേഷനും ഗ്രോത്ത് ഇൻ ഷൂട്ട് ആൻഡ് റൂട്ട് എന്ന് പറയും. അതായത് തണ്ടും ആയിക്കോട്ടെ അതേപോലെ റൂട്ടും ആയിക്കോട്ടെ, രണ്ടിന്റെയും വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടത്. ഓക്കെ, കണ്ടാ, തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയ സാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ അഥവാ ഓക്സിൻ എന്ന് പറയും. ഓക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കി വെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. അപ്പൊ എന്താണ്, ഓക്സിൻ ആണ്. അത് വേരും അതേപോലെ തന്നെ എന്താണ്, കാണ്ഡത്തിന്റെയും ഇലോങ്ങേഷനും അതേപോലെ പെട്ടെന്ന് അതിന്റെ ആ വളർച്ച കൂടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്ത, അപ്പൊ നമ്മൾ പറഞ്ഞു പതിവയ്ക്കൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. തായ് വേര് പടലം ഉണ്ടായിരിക്കില്ല. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കൂടുതലായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പൊ ഈ പറയുന്ന പതിവെച്ചുണ്ടാകുന്ന സസ്യം എന്ന് പറയുമ്പോൾ മാതൃസസ്യത്തിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാകും അതിന്. ഓക്കെ ആണല്ലോ. തായ്വേര് പടലം, തായ്വേര് എന്ന് പറയുന്നതാണ് ഒരു മെയിൻ വേരും, പിന്നെ എന്താണ് ഇങ്ങനെ വരുന്നത്, മറ്റേന് എന്താണ് പറയേണ്ടത്, ഇങ്ങനെ കുറെ വേരുകൾ, അതിനെയാണ് നാരുവേര് പടലം. അപ്പൊ എന്താണ്, തായ്വേര് പടലം ഉണ്ടാകില്ല. ഇതും ശരിയാണ്. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കൂടുതലായിരിക്കും. ഇതാണ് ഇവിടെ നമ്മുടെ തെറ്റായത്, ഉൾപ്പെടാത്തതല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. കണ്ടോ, പതിവെച്ചുണ്ടാവുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ, മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാകും, ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. നമ്മൾ അത് വിചാരിക്കുമ്പോൾ, നമ്മൾ ഈ ഒരു പോയിന്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പതിവെച്ച് പുതിയ ചെടി ഉണ്ടാക്കുമല്ലേ, അപ്പൊ അതിന്റെ എന്താണ്
അതിന്റെ ആയുർദൈർഘ്യവും വലിപ്പമൊക്കെ കൂടുതലായിരിക്കും എന്ന് വിചാരിക്കും, പക്ഷെ അല്ല. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയെ പറയുന്ന പേരാണ് എന്താ? പതിവയ്ക്കൽ, അല്ലെ? മുകുളമൊട്ടിക്കൽ, പതിവയ്ക്കൽ, ഗ്രാഫ്റ്റിംഗ്, കമ്പോട്ടിക്കൽ. മുകുളമൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മുകുളം ഉണ്ടാക്കും. ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കമ്പോട്ടിക്കലിന് തന്നെയാണ് ഈ ഗ്രാഫ്റ്റിംഗ് കേട്ടോ. രണ്ടും ഒരേ വേർഡ് തന്നെയാണ്. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. കേന്ദ്ര തോട്ടവിള ഗവേഷണം. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മുടെ കേരളമാണെങ്കിൽ ഇവിടെയാണ് എന്ത്? കാസർഗോഡ്. ഇവിടെയാണ് എന്ത്? തിരുവനന്തപുരം, അല്ലെ? ഏറ്റവും മുകളിലുള്ള ഒരു സാധനം നമ്മൾ പറിക്കണമെങ്കിൽ നമുക്ക് എന്തെടുക്കണം? നമുക്ക് തോട്ടി വേണം, അല്ലെ? അപ്പൊ തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. എങ്കിൽ ഇവിടെ എന്താണ്? തിരുവനന്തപുരം. ഇത് മണ്ണിന്റെ അടിയിലാണെന്ന് വിചാരിച്ചു നോക്കിക്കേ. അപ്പൊ തിരുവനന്തപുരം മണ്ണിന്റെ അടിയിൽ എന്താണ് ഉണ്ടാവുന്ന? കിഴങ്ങല്ലേ? അപ്പൊ എന്താണ്? തിരുവനന്തപുരത്ത് എന്താണ്? കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ്. അപ്പൊ തോട്ടവിളയാണെങ്കിൽ അത് കാസർഗോഡ്. ഉണ്ടോ? കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂരാണ്. കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം, കേന്ദ്ര തോട്ടവിള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ്? കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? തൃശ്ശൂരാണ്. 1 C ആണ്. ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്തോ. നമുക്ക് ഇത് രണ്ടും നോക്കിയാൽ മതി. കിഴങ്ങ് വിള, കിഴങ്ങ് മണ്ണിനടിയിലാണ്. സോ അത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. 2 D ആണ്. തോട്ടവിള, തോട്ടി കൊണ്ട് നമ്മൾ അങ്ങ് മേളിൽ നിന്നാ പറിക്കുന്നത്, അല്ലെ? അപ്പൊ കാസർഗോഡാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ബോർലോഗ് ആണ് കേട്ടോ ഇത്. വർഗീസ് കുര്യൻ, MS സ്വാമിനാഥൻ, MP സിംഗ്. ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? MS സ്വാമിനാഥനാണ്. നോർമൻ ബോർലോഗ് ആരാണ്? നോർമൻ ബോർലോഗിനെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടും. ഇന്ത്യൻ ഹരിത വിപ്ലവം ആണെങ്കിൽ ആരാണ്? MS സ്വാമിനാഥനാണ്. ഉണ്ടോ? ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്ക് കിഴക്ക് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളായിരുന്നു. മക്സസെ, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങളും അദ്ദേഹം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചത് 2023 താഴെ തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ സങ്കരയിനം വിത്തുകൾ ഏതെല്ലാം? വെണ്ടയുടെ സങ്കരയിനം വിത്തുകൾ ഏതൊക്കെയാണ്? സൽകീർത്തി, ജ്യോതിക, കിരൺ, പവിത്ര. ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ്? മുളക്. മുളകാണെങ്കിൽ എന്താണ്? ഉജ്ജ്വല, ജ്വാലാമുഖി. തന്നിരിക്കുന്നതെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. പയറാണെങ്കിൽ എന്താണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മിയാണ്. അടുത്ത ഏതാണ്? നെല്ലാണെങ്കിൽ പവിത്ര, അന്നപൂർണ. തെങ്ങാണെങ്കിൽ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ടയാണെങ്കിൽ സൽകീർത്തി, കിരൺ. നമ്മൾ ചോദിച്ചിരിക്കുന്ന വെണ്ടയല്ലേ? വെണ്ടയാണെങ്കിൽ സൽകീർത്തി ഉണ്ട്, കിരൺ ഉണ്ട്. 1ഉം 3ഉമാണ്. ഓപ്ഷൻ എ ആണ്. അപ്പൊ നമ്മുടെ ജ്യോതിക എന്തിൻ്റെതാണ്? ജ്യോതിക പയർ. പവിത്രയാണേ. പവിത്ര എന്തിൻ്റെതാണ്? പവിത്ര നെല്ലാണ്. നെല്ല്, പവിത്ര, ജ്യോതിക പയറാണ്. ജൈവ നിയന്ത്രണം ട്രൈക്കോഗ്രാമയാണെങ്കിൽ യാന്ത്രിക നിയന്ത്രണത്തിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജൈവ നിയന്ത്രണവും യാന്ത്രിക നിയന്ത്രണവും നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ജൈവ നിയന്ത്രണത്തിന് വരുന്നതാണ് എന്ത്? നമ്മുടെ ട്രൈക്കോഗ്രാമ എന്ന് പറയുന്നത്. അപ്പൊ യാന്ത്രിക നിയന്ത്രണമാണെങ്കിൽ അത് ഫെറമോൺ കെണിയാണ്. നമുക്ക് നോക്കാം. വട്ടച്ചാഴി അഥവാ ലേഡി ബഗ് എന്ന ഷഡ്പദം ഇലകളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. തരുവാണെങ്കിൽ തന്നെ അവർ ഈ ഒരു പേരായിരിക്കും തരുന്നത്. വട്ടച്ചാഴി, ലേഡി ബഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതായിരിക്കും. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീട നിയന്ത്രണത്തെയാണ് ജൈവ നിയന്ത്രണം എന്ന് ജീവികളെ വെച്ച് ചെയ്യുന്നത്. യാന്ത്രിക നിയന്ത്രണമാണെങ്കിൽ എന്താണ്? ചില ഇനം പച്ചക്കറികളുടെ കായ്കൾ നശിപ്പിക്കുന്ന ഒരു തരം സ്വർണ്ണ നിറമുള്ള ഈച്ച. ഇവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രമാണ് ഇവർ പറയുന്നത്. എന്താണ്? തുളസിയില ചതച്ച് സ്റ്റീൽ പ്ലേറ്റിൽ വെച്ച് കഴിയുമ്പോൾ അല്പം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ മണം കൊണ്ട് അത് അങ്ങോട്ടേക്ക് വരും. ഇവയെ നശിപ്പിക്കുന്ന വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചുകൊണ്ടോ പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതി പറയുന്ന പേരാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരു ഇനം കെണിയാണ് ഫെറമോൺ കെണി. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. ഫെറമോൺ, അതിന്റെ മണം ആകർഷിച്ച കീടങ്ങളൊക്കെ അതിൽ വന്നിരിക്കും. അപ്പൊ എന്താണ് ഇവിടെ യാന്ത്രിക നിയന്ത്രണം? ഏതാണ്? ഫെറമോൺ കെണിയാണ്. പൗൾട്രി ഫാമിംഗ് കോഴിക്കൃഷിയാണെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കന്നുകാലി വളർത്തൽ, പട്ടുനൂൽ വളർത്തൽ, മത്സ്യകൃഷി, കൂൺ കൃഷി. എന്താണ്?
മത്സ്യകൃഷി എന്താണ്? പിസികൾച്ചർ ആണ്. പട്ടുനൂല് സെറികൾച്ചർ, ഫ്ലോറികൾച്ചർ പുഷ്പകൃഷി, തേനീച്ചയാണെങ്കിൽ എപ്പികൾച്ചർ, മുയൽ വളർത്തലാണെങ്കിൽ ക്യൂണിക്കൾച്ചർ, കൂൺ കൃഷിയാണെങ്കിൽ മഷ്റൂം കൾച്ചർ, കോഴി കൃഷിയാണെങ്കിൽ പൗൾട്രി ഫാമിംഗ്, ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് ആണെങ്കിൽ എന്താണ്? കന്നുകാലി വളർത്തലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ തന്നിരിക്കുന്നതിൽ ജീവാണുവളത്തിന് ഉദാഹരണം ഏത്? ജീവാണുവളം എന്ന് പറയുന്നത് എന്താണ്? സ്യൂഡോമോണസ്, അസോസ്പൈറലം, അതേപോലെ യൂറിയ, ഫെറമോൺ കെണി. എന്താണ് ജീവാണുവളം എന്ന് പറയുന്നത്? മൈക്രോബിയൽ ഫെർട്ടിലൈസർ. സൂക്ഷ്മജീവികളെ ഉപയോഗിച്ചുള്ള വളപ്രയോഗ രീതിയാണ് എന്താ? ജീവാണു വളപ്രയോഗം. സ്യൂഡോമോണസും അസോസ്പൈറലവും എന്താണ്? ജീവാണുവളങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ രണ്ട് പേര് എടുത്തു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രണ്ട് പേര് പഠിച്ചേ പറ്റുള്ളൂ, സ്യൂഡോമോണസും അസോസ്പൈറലവും. അപ്പൊ എന്താണ്? യൂറിയക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളങ്ങളാണ് അല്ലെ, ജീവാണു വളമല്ല, നമ്മളെ കടകളിൽ നിന്നൊക്കെ മേടിച്ചിട്ട് കൊടുക്കുന്നതാണ്. ഫെറമോൺ കെണിയും നമുക്കറിയാം എന്താണ്, അത് കുറച്ചു മുമ്പ് പറഞ്ഞാണ് അല്ലെ, അതും കടയിൽ നിന്ന് മേടിച്ചിട്ട് നമുക്ക് എന്താണത്? യാന്ത്രിക നിയന്ത്രണത്തിൽ വരുന്നതാണ്. ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരേണ്ട ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. താഴെ തന്നിരിക്കുന്നവ ഉചിതമായ രീതിയിൽ വരച്ചു യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എപ്പികൾച്ചർ എന്താണ് വരേണ്ടത്? എപ്പികൾച്ചർ തേനീച്ച വളർത്തലാണ്. സോ നോക്കുക, ഞാൻ ഓപ്ഷൻ തന്നിട്ടില്ല, നിങ്ങൾ തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെന്ന് നോക്കണേ. എപ്പികൾച്ചർ എന്താണ്? തേനീച്ച വളർത്തൽ. ക്യൂണിക്കൾച്ചർ ഏതാണ്? ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത് മുയൽ വളർത്തൽ. സെറികൾച്ചർ ഏതാണ്? പട്ടുനൂൽ പുഴു വളർത്തൽ. അതേപോലെ പിസികൾച്ചർ ആണെങ്കിൽ മത്സ്യം വളർത്തലാണ്. ഓക്കെ ആണല്ലോ. എപ്പികൾച്ചർ തേനീച്ച ഒന്നുകൂടെ പഠിച്ചു വെച്ചേക്കണേ. സെറികൾച്ചർ പട്ടുനൂല്, ഫ്ലോറികൾച്ചർ പുഷ്പകൃഷി, എപ്പികൾച്ചർ തേനീച്ച, ക്യൂണിക്കൾച്ചർ മുയല്, കൂൺ കൃഷി എന്താണ്? മഷ്റൂം കൾച്ചർ, പൗൾട്രി ഫാമിംഗ് കോഴിക്കൃഷി, ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്താണ്? കന്നുകാലി, പിസികൾച്ചർ മത്സ്യകൃഷിയാണ്. ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന എന്താണ്? വീടുകളിൽ നിർമ്മിക്കാം. ജൈവവളം വീടുകളിൽ നിർമ്മിക്കാൻ പറ്റും നമുക്ക്. മണ്ണിന്റെ കൂടുതൽ അളവിൽ വേണം ആണ്. കൂടുതൽ അളവിൽ ഉണ്ടായാൽ മാത്രമേ അത് മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു, ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. ഇതെന്താണ്? ഇതും ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. കണ്ട, ജൈവവളങ്ങൾ ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു, കൂടുതൽ അളവിൽ വേണ്ടിവരും, മണ്ണിന് ദോഷകരമല്ല, ഒരു നിശ്ചിത ഘടകം മാത്രമായിട്ട് നൽകാൻ പറ്റില്ല. രാസവളങ്ങളാണെങ്കിൽ എന്താണ്? രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ്, കുറഞ്ഞ അളവിൽ മതി, അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നുണ്ട്, ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാൻ പറ്റും. ഇതാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം 25 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു 2 ചാപ്റ്ററിൽ നിന്ന് എടുത്തിരിക്കുന്നത്. കണക്ട് ചെയ്ത് പഠിക്കുക. 5ാം ക്ലാസ്സിന്റെ ആ ഒരു ജീവനുള്ള വിത്തുകളായിട്ട് കണക്ട് ചെയ്ത് വേണം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കൂടി പഠിക്കാൻ. എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ എന്ത് നിർദ്ദേശങ്ങളായാലും അതുകൂടി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് അയച്ചു കൊടുക്കുക. താങ്ക്